രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചുവെന്നാരോപിച്ചു. മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതിന് പണം ആവശ്യപ്പെട്ടെന്ന ആരോപണത്തിലും ചെറുപുഴയിൽ CPIM പ്രതിഷേധം നടത്തി. രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ആംബുലൻസ് ചിലവിനായി പഞ്ചായത്ത് അംഗം പണം ആവശ്യപ്പെട്ടെന്നാണ് ഉയർന്നിരുന്ന ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചെറുപുഴ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയതിനു ശേഷം മേലെ ബസാറിൽ പൊതുയോഗം ചേർന്നു. CPIM ഏരിയ കമ്മിറ്റി അംഗം KP ഗോപാലൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഈ ദുരന്തം രാത്രിയാണ് നടന്നതെങ്കിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചു പോകുമായിരുന്നു. ഈ ജോസ്ഗിരിയും പ്രദേശത്തെല്ലാം ഏറ്റവും ഗുരുതരമായ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഞങ്ങൾ ഇന്നലെ അവിടെ സന്ദർശിച്ചപ്പോൾ 8 ദിവസമായി ഈ സംഭവം നടന്നിട്ട് അവിടത്തേക്ക് പഞ്ചായത്ത് അധികാരികൾ പോയിട്ട് ഒരു വില്ലേജ് മേൻപേരുടെ പോയില്ല, ഒരു ബിജുവിൻ്റെ വീട് അവിടെയാണ് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവസ്ഥാനം. അങ്ങോട്ടേക്ക് തിരിച്ചു നോക്കിയിട്ടുണ്ട്. RK പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ടീമിനെ നിയോഗിച്ചില്ല. ഏതാനും ചില ആളുകൾ ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു എന്നതൊഴിച്ചാൽ ആവശ്യമായ നിലപാട് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചില്ല. അതാണ് 4 ദിവസം വൈകിയത്. കോഴിച്ചാലിൽ നിന്നും പോയ ജഡം പുളിങ്ങോത്തിന്റെ ഇടയിലാണ് ഉണ്ടായത്. അത് പരിധിയെടുക്കാനുള്ള നിലപാട് പോലും പ്രാപ്തി പോലും ഈ കേരളത്തിലെ UDFന്റെ ഭരണത്തിനും ചെറുപുഴ പഞ്ചായത്തിനും ഉണ്ടായില്ല എന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്നിട്ടോ 4 ദിവസം കഴിഞ്ഞപ്പോ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം ഈ പ്രദേശത്തിനകത്ത് ഉണ്ടായപ്പോ കേരളത്തിലെ ഗവൺമെന്റ് അപ്പോഴാണ് കണ്ണു തുറക്കുന്നത്. അപ്പോഴാണ് കണ്ണു തുറന്ന് ആവശ്യമായ ഒരു നിലപാട് സ്വീകരിച്ചത്. MLA സ്ഥലത്തെ MLA ഫോൺ വിളിച്ചെടുക്കുന്നില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗത്തേക്ക് പോകുന്നില്ല. ഈ നിലപാടാണ് ഭരണാധികാരികൾ സ്വീകരിച്ചത്. എന്നിട്ട് ജഡം കിട്ടിയതിനു ശേഷം 4 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായും ആ ജഡം അഴുകിപ്പോകും. ആ അഴുകിപ്പോയ ജഡം പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. ആ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതേപോലെ ആ ആംബുലൻസിൽ കയറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്ന നിലയാണ് നാം കണ്ടത്. അപ്പോ കൊണ്ടുപോകാൻ കഴിയാതെ ഫ്രീസർ ഇല്ലാതെ പ്രയാസം അനുഭവിച്ചപ്പോ ആംബുലൻസിന്റെ ഡ്രൈവറാണ് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് അവിടെ ഫ്രീസർ ഒരുക്കി ആ ബോഡി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. എന്നിട്ടും ഗവൺമെന്റോ അതുപോലെ തന്നെ പഞ്ചായത്തോ ഇടപെടുന്നില്ല. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായ റവന്യൂ ഡിപ്പാർട്ട്മെന്റും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ മറ്റാളുകളും കളക്ടർ ഉൾപ്പെടെ ഇടപെടണ്ടേ? അവരിടപെടുന്നില്ല. എന്നിട്ടോ ഇവിടെ എന്താ അനുഭവം ഉണ്ടായത്? അതിന്റെ പേരിൽ എംബാൻ ചെയ്യേണ്ട ബോഡിയാണ് എംബാൻ ചെയ്യണം, അതുപോലെ ഫ്രീസറിൽ കൊണ്ടുപോകണം. ഇതെല്ലാം പറഞ്ഞ് നാട്ടില് അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തോട് പണം വേണം, 25,000 ഉറുപ്പിക ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ ഒന്ന് ഭീഷണി സ്വരത്തിൽ പോയി പറഞ്ഞ് ഒരു പഞ്ചായത്ത് മെമ്പർ ഈ ചെറുപുഴയിലത്തെ ചുമട്ട് തൊഴിലാളി അയാളോട് പോയിട്ട് പണം ആവശ്യപ്പെട്ടു. 25,000 ചോദിച്ചപ്പോ 10,000 ഉറുപ്പിക കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആ 10,000 കൊടുത്തത് മാത്രമല്ല പറഞ്ഞത്, ഈ പരിധാന ആവശ്യമായ എല്ലാ ചെലവുകളും ഞാനാണ് നിർവഹിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്തൊരു അനുഭവമാണിത്! എന്തൊരു പഞ്ചായത്താണ്, എന്തൊരു ഗവൺമെന്റ് ആണ്! ഇത്തരത്തിൽ പ്രളയമുണ്ടാകുമ്പോ കാശ് പിടുങ്ങി കീച്ചയിലാക്കാൻ നോക്കുന്ന കോൺഗ്രസും പഞ്ചായത്ത് മെമ്പറുമായി ഈ ചെറുപുഴയിലെ പഞ്ചായത്ത് ഭരണവും കോൺഗ്രസും അധപതിച്ചിരിക്കുന്നു. ശവം തൂക്കികളായി ഇവിടുത്തെ കോൺഗ്രസ് മാറുകയാണ്. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടിച്ചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 650.